നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ 9 വയസ്സുകാരൻ ശസ്ത്രക്രിയയ്ക്കിടെ മരിച്ച സംഭവം അന്വേഷണം ഊർജിതമാക്കി പോലീസ്. 9 വയസ്സുകാരൻ ശസ്ത്രക്രിയയ്ക്കിടെ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. DYFI ജനറൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കാഞ്ഞങ്ങാട് മാവുങ്കാലിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതിയെ തടഞ്ഞു നിർത്തി സ്വർണമാല കവർന്ന കേസ്, പ്രതികൾ പിടിയിൽ. ശിരൂർ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ഇന്നേക്ക് 2 വർഷം, തീരാനോവായി അർജുൻ. കാസർഗോഡ് കടുപ്പുറത്ത് തലയില്ലാത്ത നിലയിൽ കണ്ടത് പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹം, സംഭവത്തിൽ ദുരൂഹതയേറുന്നു. ലോകകപ്പ് ഫുട്ബോൾ ആവേശം. NGO യൂണിയൻ ഹോസ്തുർഗ് ഏരിയ കമ്മിറ്റി സൗഹൃദ ഫുട്ബോൾ മത്സരം നടത്തി. ലോക ജനസംഖ്യാ ദിനം. കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം മഞ്ചേശ്വരം ഗോവിന്ദ പൈ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ നടന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ 9 വയസ്സുകാരൻ ശസ്ത്രക്രിയയ്ക്കിടെ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംഭവത്തിൽ രക്ഷിതാവിന്റെ പരാതിയിൽ ടൗൺ പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. ഉദര ശസ്ത്രക്രിയയ്ക്കിടെ ബേഡകം തലേക്കുന്ന് അഷ്റഫ് മുസ്ലിയാരുടെ മകൻ മുഹമ്മദ് ഇയാസാണ് മരിച്ചത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ ബേഡകം തലേക്കുന്ന് അഷ്റഫ് മുസ്ലിയാരുടെ മകൻ 9 വയസ്സുകാരൻ മുഹമ്മദ് ഇയാസ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കുണ്ടംകുഴി ഗവൺമെന്റ് സ്കൂളിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച മുഹമ്മദ് ഇയാസ്. ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ ബുധനാഴ്ച രാവിലെയാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത്. പൊക്കിൾ ഭാഗത്തെ അസുഖത്തിന് ചികിത്സ നൽകുന്നതിനായാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ശസ്ത്രക്രിയയ്ക്കായി കുട്ടിക്ക് അരയ്ക്ക് താഴെ ജനറൽ അനസ്തേഷ്യ നൽകിയ ശേഷമാണ് നടപടികൾ ആരംഭിച്ചത്. എന്നാൽ ശസ്ത്രക്രിയയ്ക്കിടെ കുട്ടിയുടെ ആരോഗ്യനില വഷളാവുകയും തുടർന്ന് മരണം സംഭവിക്കുകയുമായിരുന്നു. കുട്ടി മരണപ്പെട്ടതിന് ശേഷമാണ് ആശുപത്രി അധികൃതർ പ്രശ്നങ്ങൾ അറിയിച്ചതെന്നും ശസ്ത്രക്രിയയ്ക്കിടെ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തമായ വിശദീകരണം ലഭിച്ചിട്ടില്ലെന്നും പിതാവ് അഷ്റഫ് ആരോപിച്ചു. പിതാവിന്റെ പരാതിയിൽ മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആരോഗ്യവകുപ്പിന്റെ അന്വേഷണവും പൂർത്തിയായ ശേഷമേ വ്യക്തമാകൂ. പരാതി ഉയർന്നതിനെ തുടർന്ന് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ 9 വയസ്സുകാരൻ ശസ്ത്രക്രിയയ്ക്കിടെ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. DYFI ജനറൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ വിദ്യാർത്ഥി മരണപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് DYFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ പിരിച്ചുവിടുവാൻ പോലീസ് ലാത്തി വീശി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നുമാണ് DYFI ബ്ലോക്ക് കമ്മിറ്റി ആഹ്വാനം ചെയ്ത മാർച്ച് ആരംഭിച്ചത്. LIC ഓഫീസിന് സമീപത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു. ഇതോടെ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടുവാൻ ശ്രമിച്ചു. ഇതിനിടെ പ്രവർത്തകർ വശങ്ങളിലൂടെ മുന്നോട്ടോടി. ഇതിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതോടെയാണ് പോലീസ് ലാത്തി വീശിയത്. Hey!
വണ്ടി വരുമ്പോ വണ്ടി വിടണം. തുടർന്ന് മാർച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ ഇന്നലെയാണ് വേടകത്ത് മുഹമ്മദ് ഇയാസ് എന്ന 9 വയസ്സുള്ള കുട്ടി സർജറിക്കിടെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ആ കുടുംബത്തെ ഡിവൈഎഫ്ഐ സന്ദർശിച്ചു. ആ കുട്ടിയുടെ ഉപ്പയും കുട്ടിയുടെ ബന്ധുക്കളുമെല്ലാം ഹോസ്പിറ്റൽ അനാസ്ഥയാണ്, ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് വന്ന പിഴവാണ് മരണ കാരണം എന്ന് ആരോപണം ഉയർത്തുകയാണ്. വളരെ ആരോഗ്യത്തോടെ ആശുപത്രിയിൽ കടന്നു വന്ന ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ വയറ്റിൽ നിന്നും പൊക്കിൾക്കൊടിയിൽ നിന്നും വെള്ളം പോകുന്നു എന്ന കഴിഞ്ഞ കുറേ നാളുകളായുള്ളൊരു പ്രയാസം, വളരെ ഒരു മൈനർ സർജറിയിലൂടെ പരിഹരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ചെറിയ പ്രയാസമാണ്. ഇവിടെ അങ്ങേയറ്റം കുറ്റകരമായ അനാസ്ഥയുടെ ഭാഗമായി ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പറയാൻ കഴിഞ്ഞ 2 മാസക്കാലമായി കേരളത്തിൽ UDFന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ തുടർക്കഥ, ഈ അനാസ്ഥ കേരളത്തിൽ തുടർക്കഥയായി മാറുകയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ, കോഴഞ്ചേരി മെഡിക്കൽ കോളേജിൽ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ രോഗിയുടെ കാലിൽ നിന്നും പുഴുവരിക്കുന്ന ദൃശ്യം ഈ കേരളത്തിന് കാണേണ്ടി വന്ന സാഹചര്യമുണ്ട്. കേരളത്തിലെ ആരോഗ്യമന്ത്രി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്, എനിക്കിതിൽ ഉത്തരവാദിത്തമില്ല എന്നാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി പറയുന്നത്. ഗവൺമെന്റാണ് സ്വാഭാവികമായും ഉത്തരവാദിത്വത്തോടെ ഇത്തരം പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തുന്നതിന് വേണ്ടി ഇടപെടേണ്ടത് കേരളത്തിലെ സർക്കാരാണ്. വിജിലന്റായി കേരളത്തിലെ ഗവൺമെന്റ് ഇടപെടുമ്പോഴാണ് ആശുപത്രിയിലെ ഏറ്റവും താഴെ തട്ടിൽ തൊഴിലെടുക്കുന്ന PTS ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെ ഗൗരവപൂർവ്വം ആ തൊഴിൽ നിർവഹിക്കുന്നത്. തങ്ങളെ ശ്രദ്ധിക്കാൻ ഒരു ഗവൺമെന്റ് മേലെ ഉണ്ട് എന്ന ഉത്തരവാദിത്വം ഉണ്ടാകുമ്പോഴാണ്. നേതാക്കളായ MV രതീഷ്, സുഭാഷ് പാടി, സാദിഖ് ചെറുകോളി, N ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ബേടകം തലേക്കുണ്ടിലെ 9 വയസ്സുകാരൻ മുഹമ്മദ് ഇയാസ് ബുധനാഴ്ചയാണ് ശസ്ത്രക്രിയയ്ക്കിടെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ മരണപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ 9 വയസ്സുകാരൻ ശസ്ത്രക്രിയയ്ക്കിടെ മരിക്കാനിടയായ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. സംഭവത്തിൽ ഡോക്ടറുടെ പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കണമെന്നും MP കാസർഗോഡ് പറഞ്ഞു. രാവിലെ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട എന്റെ ബന്ധുക്കൾ എന്നെ വിളിച്ചിട്ട് ജനറൽ ആശുപത്രിയിലാണ് ഈ കുട്ടി മരിക്കാനിടയായ സാഹചര്യം ഉണ്ടായത്. ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിലാണ് നടത്തുന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും കൃത്രിമത്വം നടക്കുകയോ എന്തെങ്കിലും അട്ടിമറി നടക്കുകയോ ചെയ്യുമോ എന്ന് ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു സംശയത്തിനും ഇട തരാത്ത രീതിയിൽ അതിന്റെ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം വളരെ സുതാര്യമായി നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു സംശയത്തിനിടയില്ലാത്ത രീതിയിൽ ആ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതിന് യാതൊരു തർക്കവുമില്ല. ഇതിനകത്ത് ഡോക്ടറെ കുറിച്ച് ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. അത് പരിശോധിക്കേണ്ട കാര്യമാണ്. കേരളത്തിലെ ആരോഗ്യമന്ത്രി അതിനെക്കുറിച്ച് അടിയന്തരമായി അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി ഡോക്ടറുടെ പിഴവാണെന്നുണ്ടെങ്കിൽ കർശനമായ നടപടികൾ ഡോക്ടർ പേരിൽ സ്വീകരിക്കണം. കാരണം ഇപ്പൊ 2ാമത്തെ മരണമാണ്
ഡോക്ടറുടെ അനസ്തേഷ്യത്തിന്റെ പിഴവ് മൂലം സംഭവിക്കുന്നു. നമ്മുടെ പയ്യന്നൂർ ഇതുപോലെ ഒരേ ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരു ചെറിയ സ്റ്റിച്ചിങ് മാത്രം നടത്തേണ്ട ഒരു ആവശ്യവുമായിട്ടാണ് പയ്യന്നൂരിൽ ഒരു സ്വകാര്യ ആശുപത്രി പോയത്. ആ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാര് 3 പേര് ചേർന്ന്, അത് പോലീസ് കേസായിട്ടുണ്ട്. പോലീസ് 3 ഡോക്ടർമാരെയും വിളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ വീട് സന്ദർശിച്ചിട്ടുണ്ട്. ആ കൊച്ചുകുട്ടിയുടെ മരണം, അവർ നോട്ടിരുന്നുണ്ടായ ഒരു കൊച്ചുകുട്ടി, ആ കുട്ടിയുടെ മരണവും അനസ്തേഷ്യ കൊടുത്തതിലുണ്ടായ പിഴവാണെന്നാണ് അവർ സമ്മതിച്ചിട്ടുള്ളത്. ആശുപത്രി അധികൃതരും സമ്മതിച്ചു, പിന്നെ അനസ്തേഷ്യ കൊടുത്ത ആൾ സമ്മതിച്ചു. 3 ഡോക്ടർമാരെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പയ്യന്നൂർ ഡിവൈഎസ്പി വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെയും ഇത്തരമൊരു ആരോപണം ഉണ്ടെങ്കിൽ അതിന്റെ മാതാപിതാക്കന്മാർക്ക് പോലീസിൽ പരാതി കൊടുക്കാം. പിന്നെ ഈ ഡോക്ടർമാരുടെ പേരിൽ നടപടിയെടുക്കാൻ ആവശ്യമായ സംവിധാനം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആഭ്യന്തരമന്ത്രിയുമായും ആരോഗ്യമന്ത്രിയുമായിട്ട് ഇക്കാര്യം സംസാരിക്കും. കാഞ്ഞങ്ങാട് മാവുങ്കാലിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതിയെ തടഞ്ഞു നിർത്തി സ്വർണമാല കവർന്ന കേസിൽ പ്രതികൾ പിടിയിൽ. കൊയിലാണ്ടി സ്വദേശി സൂര്യൻ, കോഴിക്കോട് താമരശ്ശേരി സ്വദേശി അനസ് എന്ന റംബൂട്ടാൻ അനസ് എന്നിവരാണ് പിടിയിലായത്. മാവുങ്കാലിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതിയെ തള്ളിയിട്ട് 3 പവന്റെ സ്വർണമാല കവർന്ന സംഭവത്തിൽ 2 പ്രതികൾ അറസ്റ്റിൽ. മാവുങ്കാൽ നെല്ലിത്തറ പുലേനെടുക്കത്തെ പി സിന്ധുവിന്റെ മാല കവർന്ന കേസിൽ കൊയിലാണ്ടി മാവേലിക്കണ്ടി ഹൌസിൽ സൂര്യൻ, കോഴിക്കോട് താമരശ്ശേരി അടിവാരം 30 ഏക്കർ ഹൌസിൽ അനസ് എന്ന റംബൂട്ടാൻ അനസ് എന്നിവരാണ് പിടിയിലായത്. ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ കെ ദിനേശന്റെ നേതൃത്വത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യും. മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇതേ രീതിയിൽ നടത്തിയ കവർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കാഞ്ഞങ്ങാട്ടെ കവർച്ച നടത്തിയത് ഇവരാണെന്ന് സമ്മതിച്ചത്. കൂത്തുപറമ്പ് ACP സിബി ടോമിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമർത്ഥമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. 299 CCTV ക്യാമറകൾ പരിശോധിച്ചെങ്കിലും ഹെൽമറ്റ് ധരിച്ചതിനാൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന ദൃശ്യം മാത്രമാണ് ലഭിച്ചത്. എന്നാൽ കോഴിക്കോട് ഒരു ഹോട്ടലിൽ ചായ കഴിക്കാനായി സ്കൂട്ടർ നിർത്തി ഹെൽമറ്റ് ഒഴിവാക്കി നടന്നു പോകുന്ന ദൃശ്യം ലഭിച്ചതോടെ അനസിനെ തിരിച്ചറിഞ്ഞു. തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി അനസിന്റെ വീട് വളഞ്ഞാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കൂട്ടുപ്രതിയെയും അറസ്റ്റ് ചെയ്തു. കാഞ്ഞങ്ങാട്ടെ കവർച്ച നടത്തിയതിനു ശേഷം മംഗളൂരു ഭാഗത്തേക്കാണ് പോയത്. സ്കൂട്ടർ അവിടെ ഉപേക്ഷിച്ചിരുന്നു. പ്രതികൾ കാഞ്ഞങ്ങാട്ടും കവർച്ച നടത്തിയത് സമ്മതിച്ചു. പ്രതികളെ ജയിലിൽ ചോദ്യം ചെയ്ത ശേഷം കസ്റ്റഡിയിൽ വാങ്ങി കാഞ്ഞങ്ങാട്ടേക്ക് കൊണ്ടുവരുമെന്ന് ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ പറഞ്ഞു. ജോലി കഴിഞ്ഞ് കാഞ്ഞങ്ങാട് നിന്നും സ്വന്തം സ്കൂട്ടിയിൽ പോകവെയാണ് പിന്തുടർന്നെത്തിയ കവർച്ചാ സംഘം താലിമാല കവർന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശിരൂർ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ഇന്നേക്ക് 2 വർഷം. കുത്തിയൊലിച്ച മണ്ണിനൊപ്പം പുഴയുടെ ആഴങ്ങളിലേക്ക് പതിച്ച് ജീവൻ നഷ്ടപ്പെട്ട അർജുൻ മലയാളികളുടെ മനസ്സിൽ ഇന്നും തീരാനോവാണ്. അർജുനു വേണ്ടി സ്വന്തം കൂടപ്പിറപ്പിനെ എന്നോണം നാടൊരുമിച്ച രാജ്യം കണ്ട ഏറ്റവും വലിയ രക്ഷാദൗത്യമാണ് അന്ന് നടന്നത്. 72 ദിവസങ്ങൾക്കു ശേഷം ഗംഗാവലിപ്പുഴയിലെ ലോറിയിൽ നിന്നാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയത്. മലയാളികളെ ദിവസങ്ങളോളം സങ്കടത്തിലാക്കിയ ശിരൂർ ദുരന്തത്തിന് ഇന്നേക്ക് 2 വർഷം തികയുന്നു. 2024 ജൂലൈ 16 ശിരൂരിലെ മണ്ണിടിച്ചിലിലാണ് കോഴിക്കോട് കണ്ണാടിക്കൽ മൂലാടിക്കുഴിയിൽ അർജുനെ കാണാതായത്. മലയാളികൾ ഒന്നടങ്കം ഉറക്കമില്ലാതെ കാത്തിരുന്ന 72 ദിവസങ്ങൾക്കൊടുവിൽ അർജുന്റെ ലോറിയും മൃതദേഹവും സെപ്റ്റംബർ 25 വൈകിട്ടോടെയാണ് ഗംഗാവലിപ്പുഴയിലെ ലോറിയിൽ നിന്നും കണ്ടെത്തിയത്. കർണാടക ശിരൂരിലെ ദേശീയപാത 66-ൽ 2024 ജൂലൈ 16 രാവിലെ 8:15 ദുരന്തമുണ്ടായത്. മണ്ണും പാറയും ചെളിയും ദേശീയപാതയിലേക്ക് ഇരച്ചെത്തി. ഒരു ചായക്കടയും സമീപത്തെ വീടുകളും തകർന്നു. മലയാളി ഡ്രൈവറായ അർജുനുൾപ്പെടെ നിരവധി പേരെയാണ് അന്ന് കാണാതായത്. തുടർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും മഴ വലിയ തടസ്സമായി. 3 ഘട്ടങ്ങളിലായിരുന്നു തിരച്ചിൽ ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ സജീവമായി രംഗത്തെത്തി. തിരച്ചിൽ പേരിന് മാത്രമേയുള്ളൂവെന്ന് അർജുന്റെ ബന്ധുക്കൾ ആരോപിച്ചതോടെ NDRFും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും തിരച്ചിലിനായി എത്തി. ഇവർ തിരഞ്ഞിട്ടും ശ്രമങ്ങൾ വിഫലമായി. ജൂലൈ 20 പുഴയിൽ സോണാർ റഡാർ പരിശോധനകൾ നടത്തി. ജൂലൈ 25 തിരച്ചിലിന് മലയാളി മേജർ ജനറൽ M ഇന്ദ്രബാലനും സംഘവും എത്തി. ജൂലൈ 27 സന്നദ്ധ പ്രവർത്തകൻ ഈശ്വർ മൽപയും സംഘവും തിരച്ചിലിന് എത്തി. ജൂലൈ 28 ദൗത്യം താൽക്കാലികമായി നിർത്തിയെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് ദൗത്യം തുടരുമെന്ന അറിയിപ്പ് വരുന്നു. പല വാഹനങ്ങളുടെയും ഹൈഡ്രോളിക് ജാക്കിയും മറ്റ് ഭാഗങ്ങളും കിട്ടിയെങ്കിലും അർജുന്റെ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിക്കുവാൻ സാധിച്ചില്ല.
തിരച്ചിലിന്റെ രണ്ടാം ഘട്ടം ഓഗസ്റ്റ് 13-നാണ് ആരംഭിച്ചത്. ഓഗസ്റ്റ് 14-ന് നാവികസേന ലോറിയിലുണ്ടായിരുന്ന വടം കണ്ടെത്തി. തിരച്ചിലിന്റെ മൂന്നാം ഘട്ടം സെപ്റ്റംബർ 20-ന് ആരംഭിച്ചു. ഗോവയിൽ നിന്നും ഡ്രഡ്ജറി എത്തിച്ച് തിരച്ചിൽ ആരംഭിച്ചു. സെപ്റ്റംബർ 21-ന് മറ്റൊരു ലോറിയുടെ സ്റ്റിയറിംഗ്, ക്ലച്ച്, ടയർ ഭാഗങ്ങൾ കണ്ടെത്തി. സെപ്റ്റംബർ 22-ന് അധികൃതരുമായുള്ള തർക്കത്തെ തുടർന്ന് ഈശ്വർ മൽപെ തിരച്ചിൽ നിർത്തി. സെപ്റ്റംബർ 23-ന് ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ വീണ്ടും തെരച്ചിൽ ആരംഭിച്ചു. ഒടുവിൽ 72 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ സെപ്റ്റംബർ 25-ന് ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ പുഴയിൽ ലോറി കണ്ടെത്തി. ക്യാബിനിൽ അർജുന്റെ മൃതദേഹ ഭാഗങ്ങളും ഉണ്ടായിരുന്നു. ജൂലൈ 8-ന് കുടുംബാംഗങ്ങളോട് യാത്ര പറഞ്ഞ് വീടിന്റെ പടിയിറങ്ങിപ്പോയ അർജുൻ 82 രാപ്പകലുകൾക്കിപ്പുറം സെപ്റ്റംബർ 28-ന് വീട്ടുവളപ്പിൽ എരിഞ്ഞടങ്ങിയപ്പോൾ അനേകായിരങ്ങളാണ് യാത്ര പറയുവാനായി ഒഴുകിയെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കടപ്പുറത്ത് തലയില്ലാത്ത നിലയിൽ കണ്ടത് പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹമാണെന്ന് കണ്ടെത്തൽ. മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന മുറിവുകൾ മുമ്പ് പോസ്റ്റ്മോർട്ടം നടത്തിയതിന്റേതാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതോടെ സംഭവത്തിൽ ദുരൂഹത വർദ്ധിച്ചിരിക്കുകയാണ്. കാസർഗോഡ് കടപ്പുറത്ത് തലയില്ലാത്ത മൃതദേഹം കണ്ടെത്തിയതിൽ ദുരൂഹത. കടലിൽ ഒഴുകിയെത്തിയത് പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹമാണെന്നതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. മൃതദേഹത്തിലുണ്ടായിരുന്ന മുറിവുകൾ മുമ്പ് പോസ്റ്റ്മോർട്ടം നടത്തിയതിന്റേതാണെന്ന് പോലീസ് പറഞ്ഞു. കേരളത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹമല്ല ഇതെന്നും കണ്ടെത്തലുണ്ട്. മൃതദേഹത്തിന്റെ പ്രായം നിർണയിക്കാനായിട്ടില്ല. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറത്താണ് തലയില്ലാത്ത മൃതദേഹം കരക്കടിഞ്ഞത്. മാസങ്ങളോളം പഴക്കമുള്ള പുരുഷ മൃതദേഹമായിരുന്നു ഇത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം. മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം മൃതദേഹം കണ്ടത്. മൃതദേഹത്തിൽ കാലിലെ മാംസഭാഗങ്ങളും വേർപെട്ട നിലയിലായിരുന്നു. അസ്ഥികൾ പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്. എവിടെയെങ്കിലും കുഴിച്ചിട്ട മൃതദേഹം തിരമാലയിൽപ്പെട്ട് ഒഴുകിയെത്തിയതാണോ എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക ജനസംഖ്യാ ദിനം. കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ നടന്നു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് UK സൈഫുല്ല തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ നടന്നു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് UK സൈഫുല്ല തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ കനില അധ്യക്ഷത വഹിച്ചു. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനും ക്ഷേമത്തിനും പ്രസവങ്ങൾക്കിടയിൽ കൃത്യമായ ഇടവേള ആവശ്യമാണ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ജനസംഖ്യാ വർധനവ് മൂലമുള്ള വെല്ലുവിളികളെക്കുറിച്ച് അവബോധം വളർത്താനാണ് ഈ പരിപാടി. നിലവിൽ ലോകത്ത് ഏറ്റവുമധികം ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ടെങ്കിലും രാജ്യത്തിന്റെ മൊത്തം ഫെർട്ടിലിറ്റി നിരക്ക് 2-ലേക്ക് അടുക്കുന്നത് ജനസംഖ്യാ സ്ഥിരതയിലേക്കുള്ള സൂചനയാണെന്ന് ഡോക്ടർ സന്തോഷ് ബി മുഖ്യപ്രഭാഷണത്തിൽ ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ 15 മുതൽ 19 വയസ്സ് വരെയുള്ള പെൺകുട്ടികളിലെ പ്രസവങ്ങളും അനാവശ്യ ഗർഭധാരണവും കുറയുന്നുണ്ടെങ്കിലും ഇതിനെതിരെ കൂടുതൽ ബോധവൽക്കരണം അനിവാര്യമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ആരോഗ്യവകുപ്പ്, നാഷണൽ ഹെൽത്ത് മിഷൻ, കോളേജിലെ വിമൺ സെൽ, NSS എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലയിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും തുടർന്നും ബോധവൽക്കരണ പരിപാടികൾ നടത്തുമെന്ന് DMO ഡോക്ടർ രേഖ KT അറിയിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനായുള്ള യോഗ്യത തനിക്കുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ജാതി സമവാക്യങ്ങൾ നോക്കി സ്ഥാനം നൽകിക്കഴിഞ്ഞാൽ സംഘടനാ പ്രവർത്തനം മുന്നോട്ടു പോകില്ലെന്നും ഉണ്ണിത്താൻ കാസർഗോഡ് വ്യക്തമാക്കി. 1968 കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്ത ഒരാളാണ് ഞാൻ. അതിനുശേഷം 78 തൊട്ട് കേരള യൂത്ത് കോൺഗ്രസിന്റെ നിരവധി വർഷക്കാലം ജനറൽ സെക്രട്ടറി ആയിരുന്നു, നാഷണൽ കൗൺസിൽ മെമ്പർ ആയിരുന്നു, സേവാദൾ ചെയർമാൻ ആയിരുന്നു, സേവാദൾ ഓൾ ഇന്ത്യ സെക്രട്ടറി ആയിരുന്നു, ഞാൻ കോൺഗ്രസിന്റെ വക്താവായിരുന്നു, ഞാൻ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. കേരളത്തിലെ 14 ജില്ലകളിലും 140 അസംബ്ലി മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ 1000-ലധികം വരുന്ന പഞ്ചായത്തുകളിലും ഞാനൊരു 7 പ്രാവശ്യം വെച്ച് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ എന്നെക്കാൾ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ KPCC പ്രസിഡന്റ് ആക്കുന്നതിന് എനിക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ ജാതി സമവാക്യങ്ങളുടെ പേരിൽ യോഗ്യത മാനദണ്ഡമാക്കാതെ ഒരാളെ വെച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും സംഘടനാ പ്രവർത്തനം മുന്നോട്ട് നീങ്ങത്തില്ല. അത് വെച്ച് നോക്കട്ടെ, അപ്പൊ അവർക്ക് കാര്യം മനസ്സിലാവുമല്ലോ. കാരണം ഇപ്പോ ഗവൺമെന്റ് വന്നു കഴിഞ്ഞു, പാർട്ടി കൂടി ശക്തിപ്പെടണം. ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം ഇത്രയും ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയിട്ടും മോശമല്ല. BJPയുടെ സംഘടനാ സംവിധാനം മോശമല്ല.
അപ്പൊ കോൺഗ്രസ് ഈ 102 സീറ്റ് കിട്ടി എന്ന് പറഞ്ഞ് അഹങ്കരിക്കേണ്ട കാര്യമില്ല. ഈ 102 സീറ്റ് എങ്ങനെയാ കിട്ടിയെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ 5 വർഷക്കാലം കോൺഗ്രസ് സംഘടന കെട്ടിപ്പടുത്തില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ വാക്കല്ലോ ഈ തെരഞ്ഞെടുപ്പ്. ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരും, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരും, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരും, അസംബ്ലി തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ പാർട്ടിയുടെ പെർഫോമൻസ് ആണ് ഇനിയുള്ള കാലത്തെ ഏറ്റവും കാതലായ പ്രശ്നം. മാത്രമല്ല, ഗവൺമെന്റ് വന്നു, കോർപ്പറേഷനുകളിൽ ആളുകളെ വെക്കുന്നതിനെ കുറിച്ച് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ പാർട്ടിയല്ലേ തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പൊ പാർട്ടിക്ക് എന്നെക്കാൾ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വെക്കുന്നതിന് എനിക്ക് യാതൊരു അഭിപ്രായത്തില്ല. പക്ഷേ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പേരിൽ, ജാതി സമവാക്യങ്ങളുടെ പേരിൽ ഒരാളെ KPCC അധ്യക്ഷനാക്കിയാൽ ആ അധ്യക്ഷ പദവിയിൽ ആര് വന്നാലും അവര് തികഞ്ഞ പരാജയമായിരിക്കും. അത് മുൻകൂട്ടി പ്രവചിക്കാൻ പ്രത്യേകിച്ച് പാഴൂർ പടിയിൽ പോയി കബഡി നടത്തേണ്ട കാര്യമില്ല. പ്രീമിയം ആഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹിസ്താര പ്രീമിയം ജ്വല്ലറി എക്സിബിഷൻ കാസർഗോഡ് സിറ്റി ഗോൾഡിൽ ആരംഭിച്ചു. ജൂലൈ 15 മുതൽ ആരംഭിച്ച എക്സിബിഷനിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത മനോഹരവും വൈവിധ്യവുമാർന്ന പ്രീമിയം ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് ഒരുക്കിയിരിക്കുന്നത്. 2 ആഴ്ചയാണ് എക്സിബിഷന്റെ കാലാവധി. ആഭരണ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഹിസ്താര പ്രീമിയം ജ്വല്ലറി എക്സിബിഷന് കാസർഗോഡ് സിറ്റി ഗോൾഡ് ഷോറൂമിൽ തുടക്കമായി. എക്സിബിഷനിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത മനോഹരവും വൈവിധ്യമാർന്നതുമായ പ്രീമിയം ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രൗഢമായ ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങളായ ഖദീജ ജാഫർ, ജാഫർ കമാൽ എന്നിവർ ചേർന്ന് എക്സിബിഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഒരിക്കൽ കൂടി നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ഈ ഒരു ഇനോഗ്രൽ ഫംഗ്ഷനിൽ ഒത്തുചേരാം. സിറ്റി ഗോൾഡ് ചെയർമാൻ അബ്ദുൽ കരീം സിറ്റി ഗോൾഡിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ ബ്രാഞ്ച് മാനേജർ തംജീദ്, ഡയറക്ടർമാരായ ഇർഷാദ്, നൌഷാദ്, ദിൽഷാദ് എന്നിവർ പങ്കെടുത്തു. നമുക്കൊരു വീഡിയോ കൂടി എടുക്കാം. വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും ഹിസ്താര പ്രീമിയം ജ്വല്ലറി എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ജോയിൻ ചെയ്യും. ഹിസ്താര പ്രീമിയം എക്സിബിഷൻ, ഹിസ്താര പ്രീമിയം ജ്വല്ലറി എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ട് കൈകാര്യം. ഓക്കെ അല്ലേ? ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഹിസ്താര പ്രീമിയം ജ്വല്ലറി എക്സിബിഷൻ. സോ ഡൺ. നമ്മുടെ ഒഫീഷ്യൽ ഇനോഗ്രൽ ഫംഗ്ഷൻ ഇവിടെ. എക്സിബിഷനിലെ ആദ്യ സ്വർണ്ണാഭരണ വിൽപ്പന CM അബ്ദുൽ റഹിമാനും രണ്ടാമത്തെ സ്വർണ്ണാഭരണ വിൽപ്പന ഷുഹൈബ്, നാസിയ എന്നിവർക്കും നൽകി നിർവഹിച്ചു. Second goal sale received by Mr. Shoaib and Mrs. Nazia. കൂടാതെ ഡയമണ്ട് ആഭരണങ്ങളുടെ ആദ്യ വിൽപ്പന ഹസീന റഹീമും രണ്ടാമത്തെ വിൽപ്പന ഷഹാന AK-യും സ്വീകരിച്ചു. നല്ലൊരു കൈയ്യടി. ബ്യൂട്ടിഫുൾ പീസ് നമ്മൾ അവർ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. കൺസിഡർ ട്രാവൽ ബ്യൂട്ടിഫുൾ ബാങ്കിൾ. താങ്ക് യു സോ മച്ച് ഹസീന മാം. Goal sale. I'm sorry, second diamond sale receiving Shabana AK. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത മനോഹരവും വൈവിധ്യമാർന്നതുമായ പ്രീമിയം ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് കാസർഗോഡ് സിറ്റി ഗോൾഡിൽ ഹിസ്താര പ്രീമിയം ജ്വല്ലറി എക്സിബിഷനിലൂടെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഈ എക്സിബിഷൻ അപൂർവമായ ഡിസൈനിലുള്ള പ്രീമിയം ആഭരണങ്ങൾ കാണുവാനും സ്വന്തമാക്കുവാനും ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും മികച്ച സുവർണാവസരമാണ്. എക്സിബിഷന്റെ ഭാഗമായി ആകർഷകമായ ഓഫറുകളും ഉപഭോക്താക്കൾക്കായി സിറ്റി ഗോൾഡ് ഒരുക്കിയിട്ടുണ്ട്.
ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 12,000 രൂപ വരെ ഡിസ്കൗണ്ടും പ്രീമിയം സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ 40% വരെ ഡിസ്കൗണ്ടും ഈ എക്സിബിഷനിലൂടെ ലഭിക്കുന്നതാണ്. കാസർകോട്ടെ പ്രദർശനത്തിന് പുറമെ ജൂലൈ 17 മുതൽ ചെറുവത്തൂർ, ഉപ്പള, പുത്തൂർ എന്നീ സിറ്റി ഗോൾഡ് ഷോറൂമുകളിലും ഓഗസ്റ്റ് 1 മുതൽ മംഗലാപുരം ഷോറൂമിലും ഹിസ്താര പ്രീമിയം ജ്വല്ലറി എക്സിബിഷൻ ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ സംഘടിപ്പിച്ച വായന പക്ഷാചരണ പരിപാടി സമാപിച്ചു. IV ദാസിന്റെ അനുസ്മരണത്തോടെയാണ് പരിപാടി സമാപിച്ചത്. തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ സംഘടിപ്പിച്ച വായന പക്ഷാചരണ പരിപാടി ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് ദിശാബോധം നൽകി മുന്നോട്ട് നയിച്ച IV ദാസിന്റെ അനുസ്മരണത്തോടെ സമാപിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി P. വേണുഗോപാലൻ മാഷാണ് അനുസ്മരണ പ്രഭാഷണം നടത്തിയത്. യോഗത്തിൽ വച്ച് വായനക്കളരി വായന വെളിച്ചം പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഗ്രന്ഥശാലയുടെ ഉപഹാരങ്ങൾ നൽകി. K. മോഹനൻ മാസ്റ്ററാണ് കുട്ടികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തത്. PV ഉണ്ണിരാജൻ, V. ബാലചന്ദ്രൻ, K. ലക്ഷ്മൺ മാസ്റ്റർ, P. ചെറിയോൻ, PV സരിത, PP രാജേഷ് എന്നിവർ സംസാരിച്ചു. പങ്കെടുത്തവർക്കെല്ലാം പായസമധുരം നൽകിയാണ് പരിപാടി സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആസ്ക് ആലമ്പാടിയുടെ നേതൃത്വത്തിൽ ആസ്ക് GCC കമ്മിറ്റി സ്നേഹസമ്മാനവും അനുമോദനവും സംഘടിപ്പിച്ചു. ആലമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ആസ്ക് ആലമ്പാടിയുടെ നേതൃത്വത്തിൽ ആസ്ക് GCC കമ്മിറ്റി സംഘടിപ്പിച്ച സ്നേഹസമ്മാനവും അനുമോദനവും വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അനൂപ് S ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനങ്ങളാണ് ഏകദേശം 40 വർഷത്തോളമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതിൽ നിന്നും ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് സമ്മാനങ്ങൾ അവർക്ക് ആ ക്ലബ്ബ് തലത്തിൽ നേടാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം നൽകിയ കാര്യമാണ്. ഇതില് ഒരു കാര്യം കൂടെ ഞാൻ അറിയിക്കുന്നത്, ഇവിടെ ഞാൻ എന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ക്ഷണിച്ചിട്ട് സാറേ ഒരു ഫോട്ടോ വേണം, ഇതിന്റെ ഒരു ഉദ്ഘാടകനായിട്ട് ഒരു ഫോട്ടോ കൊടുക്കാനായിട്ട് അറിയിച്ചു. ഓക്കെ, ഞാൻ എനിക്ക് 2 ദിവസം മുന്നാണ് ഒരു ഫോട്ടോ തന്നതെന്നായിരുന്നു. ഫോട്ടോ കൊടുത്ത് ഒരു ചെറിയൊരു പോസ്റ്ററൊക്കെ ആക്കിയിട്ട് എനിക്ക് അയച്ചു തന്ന് ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പം ആദ്യം പറയാം, എന്റെ നാട് തിരുവനന്തപുരമാണ്, ഞാനിപ്പോ ഇവിടെ 5-6 മാസമായിട്ടുള്ള വിശേഷമാണ്. ഈ പോസ്റ്റർ വന്നൊരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എന്റെ തിരുവനന്തപുരത്തുള്ള നാട്ടിൽ നിന്ന് എന്റെ ഒരു സുഹൃത്ത് ഈ പോസ്റ്റർ എനിക്ക് ഇങ്ങോട്ട് അയച്ചു തരാം. അതായത് ഈ ക്ലബിലുള്ള അംഗങ്ങൾ പോസ്റ്റർ തയ്യാറാക്കി അയക്കും മുമ്പ് എന്നെ എന്റെ നാട്ടിലുള്ള എന്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തരും. അപ്പൊ ഞാൻ കേട്ടിപ്പോ ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ അങ്ങേറ്റത്ത് കിടക്കുന്ന ആളെ എങ്ങനെ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു പോസ്റ്റർ. അപ്പൊ അവര് പറയുന്ന ഈ ക്ലബുകളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, അതിനകത്ത് ഈ ക്ലബിനെ കുറിച്ചൊക്കെ അവർക്കറിയാം, അവർക്ക് ഈ ക്ലബിനെ കുറിച്ച് അറിയാം. ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു 2 തവണ ഇതിനെന്തോ ഒരു മെഡലൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ക്ലബ്ബാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷം, ഇങ്ങനെ ഒരു ക്ലബിന്റെ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുടെ ഭാഗമാൻ സാധിച്ചത് ഞാൻ വളരെ സന്തോഷവാനാണ്. ആസ്ക് പ്രസിഡന്റ് ഗപ്പു ആലമ്പാടി അധ്യക്ഷത വഹിച്ചു. മൈ ഭാരത് കേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ ആശ ഫ്രാൻസിസ് മുഖ്യാതിഥിയായിരുന്നു. ആസ്ക് GCC പ്രസിഡന്റ് മുഹമ്മദ് ആലമ്പാടി മുഖ്യപ്രഭാഷണം നടത്തി. ആലമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് യൂണിഫോമും ബാഗും കുടയും വിതരണം ചെയ്തു. കഴിഞ്ഞ വർഷം SSLC +2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും അതിന് പ്രാപ്തരാക്കിയ അധ്യാപകരെയും PTA കമ്മിറ്റിയെയും സ്നേഹോപഹാരം നൽകി അനുമോദിച്ചു. പരിപാടിയിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആലമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും നാട്ടുകാരനുമായ ഡോക്ടർ അബ്ദുൾ ഹമീദിനുള്ള അനുമോദനവും നടന്നു. വാർഡ് മെമ്പർ മാഹിൻ ആലമ്പാടി, PTA പ്രസിഡന്റ് KK അബൂബക്കർ, സ്കൂൾ പ്രിൻസിപ്പൽ റംല SR, ഹെഡ്മാസ്റ്റർ ഇൻചാർജ് അബ്ദുൾ ഹക്കീം എന്നിവർ സംസാരിച്ചു. ആസ്ക് ജനറൽ സെക്രട്ടറി ഹവാസ് സ്വാഗതവും ആസ്ക് GCC ജനറൽ സെക്രട്ടറി ദാവൂദ് മിഹിറാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കമ്പാനിയോ ലൈഫ് കെയർ വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം പ്രൗഢമായി നടന്നു. കാസർഗോഡ് കറന്തക്കാട് സിറ്റി കോംപ്ലക്സിലാണ് വെൽനസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. കാസർഗോഡ് കറന്തക്കാട് സിറ്റി കോംപ്ലക്സിൽ കമ്പാനിയോ ലൈഫ് കെയർ വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം പ്രൗഢമായി നടന്നു. നിലവിളക്ക് കൊളുത്തി ഉദയകുമാർ കുമാരധാര ഉദ്ഘാടനം ചെയ്തു. ಇಂದು ಕಂಪನಿಯ ಲೈಫ್ ಕೇರ್ ಫುಡ್ ಥೆರಪಿಯ
ಸೇವೆಯನ್ನು ಸಲ್ಲಿಸೋಸ್ಕರ ಇಲ್ಲಿ ಕಾಸರಗೋಡಿನ ಶಿವಾಜಿನಗರ ಸಿಟಿ ಕಾಂಪ್ಲೆಕ್ಸ್ನಲ್ಲಿ ಈ ಒಂದು ಆಫೀಸನ್ನು ಶುರು ಮಾಡಿದ್ದಾರೆ. ಆ ಸಂರಂಭಕ್ಕೆ ಎಲ್ಲ ವಿಧ ಶುಭಾಶಯಗಳನ್ನು ಈ ಮೂಲಕ ಕೋರ್ತಿದ್ದೇನೆ. കമ്പനിയുടെ അംഗീകൃത ഡീലറായ ചന്ദ്രശെട്ടി മാംഗ്ലൂർ, ഫുഡ് പൾസ് തെറാപ്പി നടത്തിപ്പുകാരായ ദേവപ്രസാദ് പുലിക്കുന്ന്, അജിത്ത് പുലിക്കുന്ന്, ദിവാകർ പി, അശോക് നഗർ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ സൗജന്യ തെറാപ്പി ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാസർഗോഡിൽ ആദ്യമായി ഒരു കമ്പനിയോ എന്ന ഒരു കമ്പനിയുടെ ഒരു ചികിത്സയാണ്. ഇതൊരു ഫുഡ് തെറാപ്പി ചികിത്സയാണ്. ഇത് ഇന്ത്യയിൽ ഏകദേശം ആദ്യമായി അവതരിപ്പിച്ചതും വൈദ്യശാസ്ത്രവുമായി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി അടിസ്ഥാനത്തിൽ രാജ്യത്തുടനീളം 350 ശാഖകളുണ്ട്. ഏകദേശം 20 ലക്ഷത്തോളം അധികം ആളുകൾ ഇതിൻ്റെ ആശ്വാസം കണ്ടെത്തിയിട്ടുണ്ട്. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, അർത്രൈറ്റിസ്, വെരിക്കോസ് വെയിനുകൾ, നിർവീക്കം, പാർക്കിൻസൺസ്, സയാറ്റിക്, സർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, പേശിവേദന, സ്ട്രോക്ക്, തൈറോയിഡ്, തലവേദന, ഇതെല്ലാം സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ഇത് കുറയ്ക്കാനുള്ള ഒരു മെഷീനാണ് ഈ കമ്പനിയ, ഒരു ഫുഡ് പൾസ് ഒരു മെഷീനാണ് ഇവിടെ. ഇതിൻ്റെ ഉപയോഗം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പയ്യന്നൂർ ഐ ഫൗണ്ടേഷനുമായി സഹകരിച്ച് കാഞ്ഞങ്ങാട് ശോഭിക വെഡ്ഡിംഗ്സിൽ നേത്രപരിശോധന സംഘടിപ്പിച്ചു. ശോഭിക വെഡ്ഡിംഗ്സിലെ സ്റ്റാഫിനാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ശോഭിക വെഡിങ്സ് കാഞ്ഞങ്ങാടും പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് ബ്രാഞ്ചും സംയുക്തമായി ശോഭിക വെഡിംഗ് സ്റ്റാഫിനു വേണ്ടി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബിഗ് മാളിൽ വെച്ചായിരുന്നു ക്യാമ്പ് നടന്നത്. ഡോക്ടർ പ്രിയദർശിനിയുടെയും PRO സന്തോഷ് പാലായിയുടെയും നേതൃത്വത്തിൽ വിപുലമായ രീതിയിലായിരുന്നു ക്യാമ്പ്. ഡോക്ടർ പ്രിയദർശിനി, ബിഗ് മാൾ ഡയറക്ടർ ഷംസ്ദീൻ പാലക്കിയുടെ നേത്രപരിശോധനയോടെ ക്യാമ്പിന് തുടക്കം കുറിച്ചു. ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എന്നാലും നമ്മൾ എന്നും പറയുക, എന്ത് സാധനം നമ്മളെ കൈപ്പിടിക്കാൽ അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങൾ പോലും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം എന്നാണ് നമ്മൾ പറയുക. സന്തോഷം പറഞ്ഞതുപോലെ അത് എത്രത്തോളം ഇന്നത്തെ ജനങ്ങൾ കണ്ണിനെക്കുറിച്ച് ബോധവാന്മാരാണെന്ന് എനിക്കറിയില്ല. അതിനേക്കാൾ കൂടുതൽ ഐ ഫൗണ്ടേഷനും കണ്ണിൻ്റെ ഹോസ്പിറ്റലായിട്ടൊക്കെ പോകുന്ന ഇവർക്ക് അതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. എന്നിരുന്നാലും നമുക്കറിയാം ഈ ടെക്സ്റ്റൈൽസും കണ്ണും തമ്മിൽ എന്താണ് ബന്ധം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. അതാണ് ശോഭികയുടെ പ്രത്യേകത. അവിടുത്തെ ജീവനക്കാരെ കുറിച്ചായാലും അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ കുറിച്ചായാലും അവരുടെ ഓരോ അവയവങ്ങളെക്കുറിച്ചും ശോഭിക ബോധവാന്മാരാണ്. അതിനുള്ള ഒരു തെളിവാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. എന്തുതന്നെ ആയാലും ഏറ്റവും നമ്മൾ വലിയ സമയത്താണുള്ളത്, കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇന്നത്തെ ഈ ചടങ്ങിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ 2 വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഷോറൂം മാനേജർ മൻസൂർ സ്വാഗതം പറഞ്ഞു. പരിപാടിയിൽ ശോഭികയുടെ GM റിഷാദ്, എക്സ്ട്രാ ഹൈപ്പർ മാർക്കറ്റ് ഡയറക്ടർ ഫൈജാസ്, ഷംസു പാലക്കി എന്നിവർ പരിപാടിക്ക് ആശംസയർപ്പിച്ച് സംസാരിച്ചു. 150ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. NGO യൂണിയൻ ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിന്റെ ഭാഗമായി ഹോസ്ദുർഗ് ഏരിയ കമ്മിറ്റി സൗഹൃദ ഫുട്ബോൾ മത്സരം നടത്തി. സൗഹൃദ മത്സരം നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിന്റെ ഭാഗമായി ഹോസ്ദുർഗ് ഏരിയ കമ്മിറ്റി സൗഹൃദ ഫുട്ബോൾ മത്സരം നടത്തി. ഏരിയ പരിധിയിലെ താലൂക്ക് ഫസ്റ്റ്, താലൂക്ക് സെക്കൻഡ്, പെരിയ ഫോർട്ട്, മടിക്കൈ, അജാനൂർ എന്നീ യൂണിറ്റിലെ ടീമുകളാണ് സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്തത്. കോവൽപ്പള്ളി ടർഫ് ഗ്രൗണ്ടിൽ നടന്ന സൗഹൃദ മത്സരം നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ സർവീസ് മേഖലയിലെ ജീവനക്കാരുടെ ഇടയിലുള്ള കലാകായിക വാസനകളെ പ്രോത്സാഹിപ്പിക്കാൻ സേവന രംഗത്തും ആരോഗ്യരംഗത്തും വികസന രംഗത്തുമെല്ലാം പ്രളയം വന്നപ്പോൾ ഈ കേരളം ദുരിതത്തിലായപ്പോൾ കേരളത്തെ സഹായിക്കാൻ
ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് NGO യൂണിയൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ നിലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സർവീസ് മേഖലയിലെ കരുത്തുറ്റ പ്രസ്ഥാനമായ NGO യൂണിയൻ ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ കായിക രംഗം ശക്തിപ്പെടാൻ, കായിക വാസന പ്രോത്സാഹിപ്പിക്കാൻ ഫുട്ബോൾ ഇന്നിപ്പോൾ ഒരു തരംഗമാണ്. വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ ദിനമാണിന്ന്. ഒരു സെമി ഫൈനൽ ഇന്ന് നടക്കുമ്പോൾ അടുത്ത ദിവസം മറ്റേ സെമി ഫൈനൽ നടന്നാൽ പിന്നെ ഫൈനലിലേക്കാണ്. ജില്ലാ പ്രസിഡന്റ് PK വിനോദ് സമ്മാന വിതരണം നടത്തി. യൂണിയൻ ഏരിയ പ്രസിഡന്റ് C കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KP രൂപേഷ്, CV അജയൻ, ശരത് ചന്ദ്രൻ, K ലജീഷ് എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി M ജയേഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദുരന്ത നിവാരണ രംഗത്ത് യുവജനങ്ങളുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ യുവ ആപത് മിത്ര പരിശീലന പരിപാടിക്ക് കാഞ്ഞങ്ങാട് ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണൽ തുടക്കമായി. ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള 75ഓളം യുവജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. ദുരന്ത നിവാരണ രംഗത്ത് യുവജനങ്ങളുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ യുവ ആപ്തമിത്ര പരിശീലന പരിപാടിക്ക് കാഞ്ഞങ്ങാട് ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണലിൽ തുടക്കമായി. ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള 75ഓളം യുവജനങ്ങൾ പങ്കെടുത്ത പരിശീലന പരിപാടി ആവേശകരമായ അന്തരീക്ഷത്തിലാണ് ആരംഭിച്ചത്. DUC കാസർഗോഡ് ഹസാഡ് അനലിസ്റ്റ് ശില്പ PV പരിപാടിയിൽ സ്വാഗതം പറഞ്ഞു. ഹോസ്ദുർഗ് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ തുളസിരാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടറേറ്റിലെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഉദയകുമാർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനൊരു 7 ദിവസത്തേക്ക് എടുത്തൊരു ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇങ്ങനൊരു 75 പേരെ വെച്ച് ഇതുപോലത്തെ ഒരു ഹാളിൽ ഒരു ട്രെയിനിങ് സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ചെലവ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഇങ്ങനൊരു ഭീമമായ ചെലവ്, അതായത് ഇവിടെ മാത്രമല്ല, ഇത് എല്ലാ ജില്ലകളിലും ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന ഒരു ട്രെയിനിങ് ആണ്. അപ്പോൾ ഇത്രയും ഒരു എക്സ്പെൻസ് സർക്കാർ വഹിച്ച് ഇങ്ങനെ ഒരു ട്രെയിനിങ് നടത്തണമെങ്കിൽ ഇതിൽ നിന്ന് നേരത്തെ നടത്തിയ ട്രെയിനിങ്ങിൽ സർക്കാരിന് ഇതിൻ്റെ റിസൾട്ട് കിട്ടിക്കണം. അല്ലാതെ സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതിയായി മുന്നോട്ട് പോവില്ല. അപ്പം റിസൾട്ട് എന്ന് വെച്ചാൽ ഈ ട്രെയിനിങ്ങിന് ശേഷം നിങ്ങളുടെ പ്രവൃത്തിയാണ് റിസൾട്ടായി വരുന്നത്. നിങ്ങൾ ഇവിടെ ഇപ്പം ചിലപ്പം അര ദിവസമോ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ചിലപ്പം നിങ്ങൾ പെർമിഷനൊക്കെ കിട്ടി നിങ്ങൾക്ക് പോവാം, അതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഞാൻ വിചാരിക്കുന്നു. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫീൽഡിൽ നിങ്ങളുടെ പെർഫോമൻസ് ആണ് അത് റിസൾട്ടായി വരിക. അതായത് നമ്മൾ ഒരു അറിവില്ലാതെ ഒരു റെസ്ക്യൂവിൽ ഇറങ്ങിക്കഴിഞ്ഞാലുള്ള പ്രശ്നം അത് പറയേണ്ടതില്ല. അപ്പം ഒരു അറിവ് നേടിയാൽ റെസ്ക്യൂവിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഒരാളെ രക്ഷിക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ ഈ അറിവില്ലാതെ എടുത്തു ചാടി രക്ഷിക്കാൻ പോയി അവസാനം രക്ഷിക്കാൻ പോയാളും അപകടത്തിൽപ്പെട്ടാളും 2 പേർക്കും ജീവഹാനി സംഭവിക്കുന്ന ഒരുപാട് സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ റെസ്ക്യൂവിൽ ഏർപ്പെടാം, അതിനെക്കുറിച്ചൊരു വ്യക്തമായ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലത്തെ ഒരു ട്രെയിനിങ്, അതായത് ഒരു ക്ലാസ് നിങ്ങൾക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത്. കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ ആദർശ് അശോക്, ഹോസ്ദുർഗ് HQDT ബിജു പിലിക്കോട്, DM സെക്ഷൻ JS ചന്ദ്രശേഖര തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് ആപ്തമിത്ര മാസ്റ്റർ ട്രെയിനർ രതീഷ് സന്നദ്ധ പ്രവർത്തനങ്ങളും അനുഭവങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. കാസർഗോഡ് LSGDM പ്ലാൻ കോർഡിനേറ്റർ അഹമ്മദ് ഷഫീഖ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഡിവിഷൻ വാർഷിക കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിച്ച് പൊതുമേഖലയിൽ നിലനിർത്തണമെന്നാവശ്യം KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഡിവിഷൻ വാർഷിക കൺവെൻഷനാണ് ആവശ്യമുന്നയിച്ചത്. കൺവെൻഷൻ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന തലത്തിലുള്ള സമ്മേളനങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചതും, എന്നാൽ ഒരു വാർഷിക കണക്ക് അവതരിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര കമ്മിറ്റി അത് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൂടാവുന്നതാണ്. അത്തരത്തിലുള്ള സമ്മേളനം ഈ വരുന്ന ആഗസ്റ്റ് 5-ാം തീയതി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. നിലവിലുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ ഡിവിഷൻ സെക്രട്ടറിമാരും ഡിവിഷൻ പ്രസിഡന്റുമാരും ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് ഉൾപ്പെടെ വനിതാവേദി ഭാരവാഹികൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒഴിവാക്കാൻ
മറക്കാൻ വയ്യാത്ത ഒന്നാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാരിറ്റി പ്രവർത്തനമാണ് നമ്മുടെ വെൽഫെയർ സൊസൈറ്റി. അതിൻ്റെ വാർഷികം നടന്നേ ഒപ്പു. അതിൻ്റെ വാർഷിക കണക്കുകൾ രജിസ്ട്രാർക്ക് സമർപ്പിക്കണം. അപ്പോൾ ഈ ആഗസ്റ്റ് 5 നടക്കുന്ന സമ്മേളനത്തിനോടനുബന്ധിച്ച് തന്നെ വെൽഫെയർ സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗവും നടക്കും. അതല്ല, അതിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഡിവിഷൻ്റെ പെൻഷൻസ് സൊസൈറ്റി ഡിവിഷൻ കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനം നിങ്ങളുടെ എല്ലാം അനുഭവത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞങ്ങൾ അറിയിക്കുന്നു. ഡിവിഷൻ പ്രസിഡന്റ് കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി സി ദിലീപ് കുമാർ സംഘടനാ റിപ്പോർട്ടും ഡിവിഷൻ സെക്രട്ടറി കെ പി പ്രദീപ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എൻ വി ബാലചന്ദ്രൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പവിത്രൻ, ജില്ലാ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം കെ കൃഷ്ണൻ, പി കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 75 വയസ്സ് പൂർത്തിയായ എം വി ബാലൻ തൃക്കരിപ്പൂർ, ജാനകിക്കുട്ടി പുല്ലൂർ എന്നിവരെ ആദരിച്ചു. സി നാണു അനുശോചന പ്രമേയവും രാജേന്ദ്രകുമാർ പി സ്വാഗതവും എൻ വി ബാലചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ 9 വയസ്സുകാരൻ ശസ്ത്രക്രിയയ്ക്കിടെ മരിച്ച സംഭവം അന്വേഷണം ഊർജിതമാക്കി പോലീസ്. 9 വയസ്സുകാരൻ ശസ്ത്രക്രിയയ്ക്കിടെ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ഡിവൈഎഫ്ഐ ജനറൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കാഞ്ഞങ്ങാട് മാവുങ്കാലിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതിയെ തടഞ്ഞു നിർത്തി സ്വർണമാല കവർന്ന കേസ്, പ്രതികൾ പിടിയിൽ. ശിരൂർ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ഇന്നേക്ക് 2 വർഷം, തീരാനോവായി അർജുൻ. കാസർഗോഡ് കടുപ്പുറത്ത് തലയില്ലാത്ത നിലയിൽ കണ്ടത് പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹം, സംഭവത്തിൽ ദുരൂഹതയേറുന്നു. ലോകകപ്പ് ഫുട്ബോൾ ആവേശം. NGO യൂണിയൻ ഹോസ്തുർക്ക് ഏരിയ കമ്മിറ്റി സൗഹൃദ ഫുട്ബോൾ മത്സരം നടത്തി. ലോക ജനസംഖ്യാ ദിനം. കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം മഞ്ചേശ്വരം ഗോവിന്ദ പൈ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.